അപ്പൊ ശരിക്കും പറഞ്ഞാൽ 5 മാർക്ക് കിട്ടിയാൽ കുട്ടികൾക്ക് പാസ് ആവാം. അപ്പം ഇത്ര മാർക്ക് കിട്ടിയാലും കുട്ടിക്ക് A+ കിട്ടും. അത് 50-ലുള്ള. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. സോ മക്കളെ, A+ലേക്കും A ഗ്രേഡിലേക്കും B+ലേക്കും B ഗ്രേഡിലേക്കും ഒക്കെ എത്താൻ എത്ര മാർക്കാണ് നേടിയെടുക്കേണ്ടത്? ഗ്രേഡും കൃത്യമായിട്ട് നമ്മൾ അത് മാത്രല്ല, നിങ്ങൾക്ക് സംശയം കാണും, A+ഉം പാസ് മാർക്ക്, ഇതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അത് നമ്മൾ പറയല്ലേ. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ B+, അതുപോലെ തന്നെ B, C, D എല്ലാം പറയും. അപ്പൊ ആദ്യം തന്നെ സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ പറ്റക്ക, പാസ് ആവാൻ എത്ര മാർക്ക് വേണം? ബേസിക്കലി നമ്മുടെ മക്കൾക്ക് ഒരു സംശയം ഉണ്ടാവാറുണ്ട്. 24 മാർക്കാണ് മാത്സിന് എക്സാം ഒക്കെ എഴുതിയിട്ട് വാങ്ങേണ്ടത് എന്നൊരു സംശയമുണ്ട്. 24 എഴുതി തന്നെ വാങ്ങേണ്ടതുണ്ടോ? എത്രയാണ് എഴുതി വാങ്ങേണ്ടത്? പാസ്സാകാൻ വേണം. ശരിക്കും പറഞ്ഞാല് 5 മാർക്ക് കിട്ടിയാല് 50-ൽ നടക്കുന്ന എക്സാമുകൾ നിങ്ങൾ പാസ്സല്ലേ. 50-ൽ എന്ന് പറയുമ്പോൾ ശരിക്കും 40 മാർക്കിനാണ് അവർ എക്സാം എഴുതുന്നത്. 10 മാർക്ക് അവർക്ക് ആർക്ക് തരും? C മാർക്ക്. നമുക്ക് ടോട്ടൽ ചെയ്ത് കൊടുക്കാം അല്ലെ? ഇവിടെ മൊത്തം 40-ൽ നടക്കുന്ന എക്സാം ഏതൊക്കെ എക്സാം? 40 നടക്കാം. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഫസ്റ്റ് ഉണ്ട്, മലയാളം സെക്കൻഡ് ഉണ്ട്. യെസ്. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകള് 40-ലാണ് നടക്കുക. ആ 40-ല് മക്കൾ ഒരു 35 മാർക്ക് മേടിക്കുന്നെന്ന് വിചാരിച്ചോ. ആൻഡ് C മാർക്ക് എത്ര കിട്ടും? അടക്കാം 10-ൽ 10 കൊടുത്തേക്കാം അല്ലെ? ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മുടെ C മാർക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാക്സിമം നമ്മുടെ ടീച്ചേഴ്സ് ആണ്. അവര് നമ്മൾ എന്താക്കില്ല, കൈവിടില്ല. അവര് നമുക്ക് 10. അപ്പൊ 50-ൽ 45 മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് A+ലേക്ക് എത്താം. അപ്പൊ A+ കിട്ടാൻ വെറും 35 മാർക്കാണ് കുഞ്ഞുങ്ങൾ എഴുതിയെടുക്കുന്നത് 40-ൽ. ഈ പാസ് മാർക്കാണ് ഇമ്പോർട്ടന്റ്. പാസ് മാർക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 40 മാർക്കിന്റെ വിഷയങ്ങളിലൊക്കെ കൃത്യം 15 മാർക്ക് വീതമാണ് നമ്മൾ കുട്ടികൾ വാങ്ങേണ്ടത്. അതായത് 50-ൽ നിങ്ങൾ വാങ്ങേണ്ടത് 15 ഫോർ പാസ് ആവാൻ വേണ്ടിയിട്ടാണ്. യെസ്, പാസ് ആവാൻ വേണ്ടി. പാസ് ആവാൻ അതില് C മാർക്ക് 10-ൽ 10 കിട്ടിയാൽ അല്ലെ കിട്ടും. യെസ്, കിട്ടും. അങ്ങനെയാണെങ്കിൽ 40-ൽ വെറും 5 മാർക്കാണ് കുഞ്ഞുങ്ങൾ എഴുതിയെടുക്കേണ്ടത്. 40-ൽ 5 മാർക്ക് കിട്ടിയാൽ എന്തായി? പാസ്സായി. യെസ്. ഇത് എത്രയിൽ നടക്കുന്നതാണ്? 50-ൽ നടക്കുന്നതാണ്. 80-ലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കാം. യെസ്. ഇനി 80-ൽ നടക്കുന്ന സോഷ്യൽ സയൻസ് പോലെ അല്ലെ വടക്കന്റെ എക്സാം. ഏതാണ് എക്സാം? കണക്ക്. 80-ലാണ് നടക്കുന്നത്. അപ്പൊ C മാർക്കോ 20-ൽ 20 കൊടുക്കും. 20-ൽ 20 ഇട്ടു C മാർക്ക്. അപ്പൊ മൊത്തം 100-ൽ എത്രയാണ് A+ന് വേണ്ടത്? 90 മാർക്സ് കിട്ടിയാൽ A+ ആയി. ഇത് പാസ് മാർക്ക് അല്ല, A+ ആണ് പറയുന്നത്. യെസ്. അതില് എത്ര അപ്പൊ എഴുതിയെടുക്കണം? 70. കണക്കില് ഭീകരന. ഇനി പാസ് മാർക്ക് പറയാണ് കുഞ്ഞുങ്ങളെ. പാസ് മാർക്കിന് 20-ൽ 20 C മാർക്ക് കൊടുത്തേക്കാം. യെസ്, C മാർക്ക് 20-ൽ 20 ആണ്. എത്ര വേണം നമുക്ക് പാസ് ആവാൻ? നമുക്ക് എത്ര വേണം? നമുക്ക് നോക്കിയാലോ. യെസ്, എവിടെ പാസ്സാകാൻ 30 മാർക്ക് കിട്ടിയ പാസ്സായി. യെസ്. അതില് 20 മാർക്ക് എവിടെ കിട്ടിക്കഴിഞ്ഞു? C മാർക്ക് കിട്ടി. ബാക്കി നമുക്ക് 10 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ വെറും 80-ൽ 10 മാർക്ക് നിങ്ങൾ C മാർക്ക് ഫുൾ ആണെങ്കിൽ 80-ൽ 10 മാർക്ക് എഴുതിയെടുത്താൽ തന്നെ കുഞ്ഞുങ്ങൾ പാസ്സായി. 100-ൽ നിങ്ങൾക്ക് 30 മാർക്കായി. നിങ്ങള് പാസ്സായി. ഈസി ആയിട്ട് 10th പാസ്സായി. ഈ വർഷത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ വർഷത്തെ കുട്ടികൾക്ക് ടഫാണ്, സിലബസ് മാറി എന്നൊക്കെ അവര് പറയുമ്പോഴും ഈ വർഷം സർക്കാർ C മാർക്ക് ഉൾപ്പെടെയാണ് എന്താക്കുന്നത്, പാസ് മാർക്ക് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അടുത്ത വർഷം ഇതിൽ ചേഞ്ചസ് വരുമെന്ന് പറയുന്നുണ്ട്. 24 മാർക്ക് എഴുതി തന്നെ വാങ്ങണമെന്ന് പറയുന്നു. അപ്പൊ അടുത്ത വർഷം പഠനഭാരം കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും എക്സാം എങ്ങനെയാണ് ചിലപ്പോൾ ടഫ് ആകും. ഇതേപോലെ പാറ്റേൺ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഇനി നമുക്ക് ഓരോ ഗ്രേഡും പറയാം. A+ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എത്ര A+ന് 90+ ആണ്. 90-യുടെ മുകളിലോട്ടും A+ ആയി. അപ്പൊ A ഗ്രേഡ് എത്രയാ വടക്കാം? A ഗ്രേഡ് 80+ കിടന്നോട്ടെ. 80+ന് A ഗ്രേഡ് ആണ്. ഞാൻ കൊടുക്കുന്നതല്ല കേട്ടോ മക്കളെ, കൃത്യമായിട്ട് ഇതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം അത് വെച്ചിട്ടാണ് പറയുന്നത്. എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയ പ്രായത്തിൽ വലിയ എക്സ്പീരിയൻസ്. 70+ ആണ്. പിന്നെ വരുന്നത് B ഗ്രേഡ് ആണ്, 60+. അതിനുശേഷം തൊട്ട് താഴെ വരുന്നത് C+ ആണ്, 50+. പിന്നെ വരുന്നത് C ഗ്രേഡ് ആണ്, 40+. ആൻഡ് ദെൻ വരുന്നത്
ഡി 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 D plus, D ഡി plus, ഡി അല്ലേ? ഡി പ്ലസ് D plus, D plus ഡി ആയ തോറ്റു പോകും മക്കളെ. 30+. Yes, മക്കളെ 30+. D+ ഗ്രേഡെങ്കിലും വാങ്ങിയാലേ നമ്മൾ പാസ് ആവത്തുള്ളൂ. പാസ് ആവുള്ളൂ. Yes. ഇനി ഇതേ സാധനം നമ്മള് 50 മാർക്സിനുള്ള എക്സാമിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിലൊക്കെ 10 മാർക്ക് നമുക്ക് എവിടെ കിട്ടി? ഇവിടെ 20 മാർക്ക് ഇന്റേണൽ C mark കിട്ടി. മുകളിൽ നമുക്ക് ജസ്റ്റ് 20 മാർക്ക് ഇന്റേണൽ. C മാർക്ക് 20-ല് 20 കിട്ടിയാലത്തെ കേസാണ് കേട്ടോ. C മാർക്ക് ബാക്കി മാർക്ക് കൂടി നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90+, 80+ കിട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇനി ഇതേ സാധനം നമ്മുടെ 90. 100 കിട്ടി. ഇതേ സാധനം ഇനിയിപ്പം ഇത് 3 വിഷയത്തിന്റെ ആയിട്ടേ ഉള്ളൂ. ബാക്കി 6 വിഷയങ്ങൾ കിടക്കുന്നത് 7 വിഷയങ്ങൾ കിടക്കുന്നത് എവിടെയാണ്? ഔട്ട് ഓഫ് 50 50-ലാണെങ്കിൽ 45+ എന്താ? 45+ ആണെങ്കിൽ A+ ആണ്. A+ ആണ്. Yes. 40+ ആണെങ്കിൽ A ഗ്രേഡ് ആണ് കേട്ടോ. 40+ ആണെങ്കിൽ A ഗ്രേഡ്. A ഗ്രേഡ്. Yes. 35+ ആണെങ്കിൽ B+. B+ ആണ്. മക്കൾ ഇത് C മാർക്കും കൂടെ കൂട്ടിയുള്ളതാണ്. 50-ലാണ് 40 നിങ്ങൾ എഴുതുന്നു തിയറി, 10 C മാർക്ക്. യെസ്, എല്ലാത്തിനും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു 50 മാർക്കിന്റെ എക്സാം, അതായത് 40 മാർക്കിന്റെ എക്സാമിൽ നിങ്ങൾ ഒരു 10 മാർക്ക് വീതം കുറച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അവർ ഇതാക്കുന്ന സമയത്ത്. ഇനിയിപ്പം നമ്മുടെ 80 മാർക്കിന്റെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് മാത്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ 20 മാർക്ക് കുറച്ചിട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 30 മാർക്കിന്റെ പ്ലസ് ആണെങ്കിൽ ബി കിട്ടും, 25ന്റെ മുകളിലോട്ടാണെങ്കിൽ C+ കിട്ടും, 20ന് മുകളിലോട്ടാണെങ്കിൽ സി കിട്ടും. ആൻഡ് 15 മാർക്കെങ്കിലും മേടിച്ചാൽ മാത്രമേ നമ്മൾ പാസ് ആവത്തുള്ളൂ. D+ ആണ് പാസ്. ഡിയിലേക്ക് പോയാൽ നമ്മൾ ഫെയിൽ ആവും. ശരിക്കും പറഞ്ഞാൽ 5 മാർക്ക് കിട്ടിയ SSLC പാസ് ആവും. ഈ വർഷം 100% വിജയം ഉണ്ടാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ എല്ലാരും A+ തന്നെ എയിം ചെയ്യുക മക്കളെ. ഇതാണ് ഓരോ ഗ്രേഡും. 45 കിട്ടുന്ന കുട്ടികൾക്ക് 50-ൽ 45 കിട്ടിയാൽ കുഞ്ഞുങ്ങൾക്ക് A+ ആണ്. ആൻഡ് D+ 15. 15 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ് ആവത്തുള്ളൂ. കുട്ടികൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവാറുണ്ട്. അതായത് ഈ 43 ഒക്കെ കിട്ടിയാൽ A+ലേക്ക് ഇടുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. 44, 4.5 ചിലപ്പോൾ അങ്ങോട്ട് പോകും. പക്ഷേ 43-ലൊന്നും പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കാൻ ശ്രമിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് ലിബറലായിരിക്കും വാല്യുവേഷൻ. മക്കൾക്ക് മാക്സിമം മാർക്ക് തരാൻ തന്നെയായിരിക്കും. ഉറപ്പായിട്ടും മാർക്ക് കുട്ടികൾക്ക് കിട്ടിയിരിക്കും. നമ്മൾ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് എന്തായാലും എന്ത് കിട്ടും? A+ കിട്ടും. ആൻഡ് അതേപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ടെൻഷൻ അടിക്കണ്ടടാ, പാസ് ആവാൻ 5 മാർക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു കൊടുക്കുക. യെസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Yes, it's me, Serin Vadakan and Anjita ma'am signing off from Arcanis. Bye bye.